ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ ഇംഗ്ലീഷിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സാണ് ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ലാസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തി ക്ലാസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെയൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ ഈ ചാനലിൽ കയറി കണ്ടു നോക്കുക. ഓക്കെ, വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മൈ അങ്കിൾ ഡാഷ് ടു ജർമ്മനി 10 years ago. മൈ അങ്കിൾ ഡാഷ് ടു ജർമ്മനി 10 years ago. ഇവിടെ എന്താ ആൻസർ ആയിട്ട് വരുന്നത്? സിമ്പിൾ ചോദ്യമാണ്. അപ്പം നമുക്കറിയാമല്ലേ, ഇവിടെ എഗോ എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. 10 years എഗോ. അപ്പോൾ 10 വർഷം മുമ്പുള്ള കാര്യങ്ങൾ പറയണം. മൈ അങ്കിൾ ഡാഷ് ടു ജർമ്മനി 10 years എഗോ. 10 വർഷം മുമ്പ് എൻ്റെ അങ്കിള് ജർമ്മനിയിൽ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സിമ്പിൾ പാസ്റ്റ് വരണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, വെൻറ്റ്. ഓക്കെ, ഗോയിൻ്റെ സിമ്പിൾ പാസ്റ്റാണ് വെൻറ്റ്. അപ്പോൾ ഈ എഗോ, അതുപോലെ യെസ്റ്റർഡേ, പ്രിവ്യസ്, ലാസ്റ്റ് മന്ത് എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അത്തരം വാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. എഗോ, യെസ്റ്റർഡേ, പ്രിവ്യസ് ഡേ എന്നൊക്കെ പറയത്തില്ലേ, പ്രിവ്യസ്, ലാസ്റ്റ് മന്ത് എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതൊക്കെ പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മളവിടെ സിമ്പിൾ പാസ്റ്റ് ആൻസറായിട്ട് വരണം. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വേർഡ് ക്ലംസി മീൻസ്. ക്ലംസി എന്ന വാക്കിൻ്റെ അർത്ഥം ഏതാണ്? അതേ സെയിം മീനിങ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, അൺഗ്രേസ്ഫുൾ ആണ്. അതായത് ക്ലംസി എന്നതിൻ്റെ അർത്ഥം വിരൂപമായ, വികൃതമായ എന്നൊക്കെ ഒരു മീനിങ് ആണ്. വികൃതമായ, വിരൂപമായ എന്നൊക്കെ ഒരു മീനിങ് ആണ്. അതേ സെയിം മീനിങ് വരുന്നത് അൺഗ്രേസ്ഫുൾ ആണ്. ഇനി ഓപ്ഷൻ എ നോക്കി, അഡ്രോയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മിടുക്കുള്ള, സാമർഥ്യമുള്ള, കൗശലമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് അഡ്രോയിറ്റ്. മിടുക്കുള്ള, സാമർഥ്യമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഇനി ഓപ്ഷൻ ബി, പീസ്ഫുൾ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സമാധാനം എന്നൊരു അർത്ഥമാണ്. പിന്നെ ഓപ്ഷൻ സി, റഫിൻ്റെ അർത്ഥം പരുപരുത്ത എന്നൊരു മീനിങ് ആണ്. അപ്പോൾ ക്ലംസി എന്നതിൻ്റെ അർത്ഥം വികൃതമായ, വിരൂപമായ. അതേ സെയിം മീനിങ് വരുന്നത് അൺഗ്രേസ്ഫുൾ ആണ്. അടുത്ത ചോദ്യം, ആഡ് ഡാഷ് ഷുഗർ ടു ദ ടീ. ആഡ് ഡാഷ് ഷുഗർ ടു ദ ടീ. പ്രീവിയസ് ചോദ്യമാണ്. ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അപ്പം നമുക്കറിയാം, ഷുഗർ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? ഷുഗർ നമുക്ക് എണ്ണാൻ കഴിയുമോ? ഇല്ല. അപ്പം അതെന്താണ്? അൺകൗണ്ടബിൾ ആണ്. അപ്പം അൺകൗണ്ടബിളിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഫ്യൂ ആണോ ലിറ്റിലാണോ? ലിറ്റിലാണ് കേട്ടോ, ലിറ്റിലാണ് അൺകൗണ്ടബിളിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ഫ്യൂ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഷുഗർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ലിറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ഡി ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് ലിറ്റിലും എ ലിറ്റിലും. ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ചായയിൽ അല്പം പഞ്ചസാര ആഡ് ചെയ്യാനാണല്ലേ പറയുന്നത്. ഇപ്പം ലിറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ലിറ്റിൽ എന്നതിൻ്റെ അർത്ഥം ഇല്ല എന്നൊരു മീനിങ് ആണ്. ഈ ഫ്യൂ അതുപോലെ ലിറ്റിൽ, ഫ്യൂ ലിറ്റിൽ, ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇല്ല എന്നൊരു മീനിങ് ആണ്. ഇപ്പം ലിറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ചായയിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാനാണ് പറയുന്നത്. അല്പം ഷുഗർ, അല്പം പഞ്ചസാര ആഡ് ചെയ്യാൻ. അപ്പോൾ അല്പം അവിടെ ശകലം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഓപ്ഷൻ ബി ആണ് ആൻസർ, എ ലിറ്റിൽ എന്നതാണ് ആൻസർ. ലിറ്റിൽ എന്നതിൻ്റെ അർത്ഥം ഇല്ല എന്നൊരു മീനിങ് ആണ്. ഇവിടെ കുറച്ച് പഞ്ചസാര ഉണ്ട്, ആഡ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പം എ ലിറ്റിലാണ് ആൻസർ. ഇപ്പോൾ ശ്രദ്ധിച്ചോണം,
ഷുഗർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ അൺകൗണ്ടബിളിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് ലിറ്റിലാണ്. കൗണ്ടബിളിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഫ്യൂവും, അൺകൗണ്ടബിളിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് ലിറ്റിലും. ഇപ്പോൾ ഇവിടെ എ ലിറ്റിലും ആണ് പിന്നെ വരുന്നത്. ലിറ്റിൽ എന്നതിൻ്റെ അർത്ഥം ലിറ്റിൽ എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇല്ല എന്നൊരു മീനിങ് ആണ്. ഇവിടെ എന്താ പറയുന്നത്, ചായയിൽ അല്പം പഞ്ചസാര ആഡ് ചെയ്യാനാണ്. അപ്പോൾ അവിടെ ശകലം പഞ്ചസാര ഉണ്ട്, അത് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? എ ലിറ്റിലാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് ഇൻഡിജിനസ്. ഇൻഡിജിനസ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത്. ഇൻഡിജിനസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്വദേശീയമായ, തദ്ദേശീയമായ എന്നൊരു മീനിങ് ആണ് കേട്ടോ. ഇൻഡിജിനസിൻ്റെ അർത്ഥം സ്വദേശീയമായ അല്ലെങ്കിൽ തദ്ദേശീയമായ. അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഏതാണ്? എക്സോട്ടിക് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, എക്സോട്ടിക്. എക്സോട്ടിക്കിൻ്റെ അർത്ഥം എന്താണ്? വിദേശീയമായ എന്നൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ പരദേശത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്നൊരു മീനിങ് ആണ് കേട്ടോ. ഇപ്പോൾ ഇൻഡിജിനസ് എന്നതിൻ്റെ അർത്ഥം തദ്ദേശീയമായ, അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എക്സോട്ടിക് ആണ്. എക്സോട്ടിക് എന്നതിൻ്റെ അർത്ഥം വിദേശീയമായ. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, അബോറിജിനൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? അബോറിജിനൽ പ്രാകൃതമായ, പുരാതനമായ എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അബോറിജിനൽ എന്നതിൻ്റെ മീനിങ് പ്രാകൃതമായ, പുരാതനമായ എന്നൊക്കെ ഒരു മീനിങ് ആണ്. പിന്നെ ഓപ്ഷൻ സി അലോപ്പതിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപ്പതി ചികിത്സകനെയാണ് അലോപ്പതിക് എന്ന് പറയുന്നത്. അലോപ്പതി ചികിത്സകൻ. അതിൽ ഓപ്ഷൻ ഡി നോക്കിയേ, സൂപ്പർഫ്ലോസ്. സൂപ്പർഫ്ലോസിൻ്റെ അർത്ഥം എന്താണ്? അനാവശ്യമായ അല്ലെങ്കിൽ ആവശ്യത്തിലധികമായ എന്നൊരു മീനിങ് ആണ്. അനാവശ്യമായ അല്ലെങ്കിൽ ആവശ്യത്തിലധികമായ എന്നൊരു മീനിങ് ആണ് സൂപ്പർഫ്ലോസ്. ഓക്കെ. ഇപ്പോൾ ഇൻഡിജിനസ് അർത്ഥം തദ്ദേശീയമായ, എക്സോട്ടിക് എന്നതിൻ്റെ അർത്ഥം വിദേശീയമായ. നമുക്കിവിടെ ഇൻഡിജിനസിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ, വിദേശീയമായ. പിന്നെ അബോറിജിനൽ പ്രാകൃതമായ അല്ലെങ്കിൽ പുരാതനമായ. അലോപ്പതിക് എന്നതിൻ്റെ അർത്ഥം അലോപ്പതി ചികിത്സകൻ. പിന്നെ സൂപ്പർഫ്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിലധികമായ എന്നൊരു മീനിങ് ആണ്. അടുത്ത ചോദ്യം, ഡാഷ് ബുക്ക് യു ഗേവ് മീ ഈസ് ഡാഷ് വെരി ഇൻട്രസ്റ്റിംഗ് ഓൺ. ഡാഷ് ബുക്ക് യു ഗേവ് മീ ഈസ് ഡാഷ് വെരി ഇൻട്രസ്റ്റിംഗ് ഓൺ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇപ്പോൾ ഇവിടെ അർത്ഥം സെൻറ്റൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അർത്ഥം കിട്ടുന്നുണ്ടല്ലേ. ദ ബുക്ക് യു ഡാഷ് ബുക്ക് യു ഗേവ് മീ, അതായത് ഒരു പ്രത്യേക ബുക്കിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നീ എനിക്ക് തന്ന ബുക്ക് അല്ലേ, നീ എനിക്ക് തന്ന ബുക്ക്. അപ്പോൾ അവൻ തന്ന ബുക്കെന്ന് അവിടെ ആ ബുക്കിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ദ. അപ്പോൾ ഓപ്ഷൻ എയും സിയും ആണ് ഇനി പരിഗണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം, ഡി ക്യാൻസൽ ചെയ്യാം. പിന്നെ ഓപ്ഷൻ എയും സിയും. അപ്പോൾ ദ ബുക്ക് യു ഗേവ് മീ ഈസ് ഡാഷ് വെരി ഇൻട്രസ്റ്റിംഗ് ഓൺ. അവിടെ എ വരുമോ ആൻ വരുമോ? അവിടെ വെരി എന്നാണ് പറയുന്നത് അല്ലേ. വെരി എന്ന് പറയുമ്പോൾ അവിടെ വവൽ സൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? വവൽ സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആൻ യൂസ് ചെയ്യാമായിരുന്നു. അവിടെ വവൽ സൗണ്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ എ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ദ ബുക്ക് യു ഗേവ് മീ ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഓൺ കേട്ടോ. ദ ബുക്ക് യു ഗേവ് മീ ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഓൺ. ഇപ്പോൾ ഇവിടെ ബുക്ക് നീ എനിക്ക് തന്ന ബുക്ക് ആണല്ലേ. അപ്പോൾ അവിടെ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ആ ബുക്കിനെ. അപ്പോൾ അവിടെ ദ ബുക്ക് എന്ന് നമ്മൾ ചേർക്കണം. അപ്പോൾ ദ ബുക്ക് യു ഗേവ് മീ ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഓൺ. അവിടെ വെരി എന്ന് പറയുന്നത് വവൽ സൗണ്ട് അല്ല, കൺസോണൻ്റ് സൗണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എ ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ക്യാൻ യു ഡാഷ് മീ യുവർ പെൻ. ക്യാൻ യു ഡാഷ് മീ യുവർ പെൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയേ. അപ്പോൾ നമുക്കറിയാമല്ലേ, ഈ മോഡൽ ഓക്സിലറി വെർബുണ്ട്. മോഡൽ ഓക്സിലറി വെർബായിട്ടുള്ള ഏതൊക്കെയാണ്? വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് തുടങ്ങിയ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ വെർബിൻ്റെ വി ഓൺ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്.
ഇപ്പോൾ ഇവിടെ ക്യാൻ ഉണ്ടല്ലേ, ക്യാൻ എന്ന മോഡൽ ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യണം? വെർബിൻ്റെ വി ഓൺ ഫോം വരണം. വി ഓൺ ഫോം തന്നിരിക്കുന്നതിൽ ഏതാണ്? അപ്പോൾ ഓപ്ഷൻ സി എ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, LEND. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, യു പോസ് ആസ് ഇഫ് യു ഡാഷ് ദ മാസ്റ്റർ ഓഫ് ദിസ് ഹൗസ്. യു പോസ് ആസ് ഇഫ് യു ഡാഷ് ദ മാസ്റ്റർ ഓഫ് ദിസ് ഹൗസ്. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, വെയർ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വായിച്ചു നോക്കുക. നിങ്ങൾ ഈ വീടിൻ്റെ യജമാനനെ പോലെയാണ് നടിക്കുന്നത് അല്ലെങ്കിൽ ഭാവിക്കുന്നത്. അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. അതായത് ആ വീടിൻ്റെ യജമാനൻ അവനല്ല, അവൻ അതുപോലെ നടിക്കുകയാണ് അല്ലെങ്കിൽ ഭാവിക്കുകയാണ്, അല്ലേ? നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം വായിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾ ഈ വീടിൻ്റെ യജമാനനെ പോലെ നടിക്കുന്നു അല്ലെങ്കിൽ പെരുമാറുന്നു. അപ്പോൾ അവൻ ആ വീടിൻ്റെ യജമാനനല്ല, ഒരു ഇമാജിനറി കണ്ടീഷൻ പോലെയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ, അല്ലേ? ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എനിക്ക് പറക്കാമായിരുന്നു, പറന്നേനെ. അപ്പം അതെന്ന് പറയുന്നൊരു ഇമാജിനറി കണ്ടീഷനാണ്. അവൻ പക്ഷിയല്ല, ആയിരുന്നെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ. നിങ്ങൾ ഈ വീടിൻ്റെ യജമാനനെ പോലെയാണ് നടിക്കുന്നത്. യജമാനനല്ല, അവൻ അതുപോലെ നടിക്കുകയാണ്. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ വെയറാണ് യൂസ് ചെയ്യേണ്ടത്, കേട്ടോ. യു പോസ് ആസ് ഇഫ് യു വെയർ ദ മാസ്റ്റർ ഓഫ് ദിസ് ഹൗസ്. യു പോസ് ആസ് ഇഫ് യു വെയർ ദ മാസ്റ്റർ ഓഫ് ദിസ് ഹൗസ്. അപ്പോൾ ആസ് ഇഫിൻ്റെ അർത്ഥം എന്ന പോലെ എന്നൊരു മീനിങ് ആണ്, എന്ന പോലെ. ഓക്കെ, അടുത്ത ചോദ്യം, ദേ ഡോണ്ട് വർക്ക് ഹാർഡ്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഏതായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്? ദേ ഡോണ്ട് വർക്ക് ഹാർഡ് ഡാഷ്. അവിടെ എന്ത് വരും? അപ്പോൾ നമുക്കറിയാം, ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരണം. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വരണം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണല്ലേ. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാം, ഡോണ്ട് എന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പം നെഗറ്റീവാണ്. ഇപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വരണം. ഇവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഉള്ള ഏതാണ്? ഓപ്ഷൻ ബിയും സിയും. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം, അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ്. പിന്നെ ഡിയും ക്യാൻസൽ ചെയ്യാം, അതും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ്. നമുക്കിവിടെ സെൻറ്റൻസ് നെഗറ്റീവാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വരണം. അപ്പം അങ്ങനെയുള്ളത് ഓപ്ഷൻ ബിയും സിയും, ഡു ദേയും ആർ ദേയും. ഇപ്പോൾ ഇവിടുത്തെ ഇനി അടുത്ത ഓക്സിലറി വെർബ് എന്ന് നോക്കുക. ഏതാണ് ഓക്സിലറി വെർബ്? ദേ ഡോണ്ട് വർക്ക് ഹാർഡ് എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഓക്സിലറി വെർബ് ഡു അവിടെ ഉണ്ട്. അപ്പോൾ ഡു വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഡു, അതിനുശേഷം എന്ത് വരണം? പ്രോനൗണായിട്ടുള്ള ദേ വരണം. അപ്പോൾ ഡു ദേ ആണ് ആൻസർ. ഡു ദേ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ദേ ഡോണ്ട് വർക്ക് ഹാർഡ് ഡു ദേ, കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വരണം. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും പരിഗണിക്കാം. പിന്നെ നോക്കുക ഓക്സിലറി വെർബ് ഏതാണെന്ന്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഡോണ്ട് ആണല്ലേ, അതിൽ ഡു വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഡു, അതിനുശേഷം പ്രോനൗണായിട്ടുള്ള ദേ വരണം. അപ്പോൾ ഡു ദേ ആണ് ആൻസർ. വളരെ സിമ്പിളാണ്. അടുത്ത ചോദ്യം, ദിസ് ഈസ് ദ ബോയ് ഡാഷ് ആൾ പ്രൈസ്. ദിസ് ഈസ് ദ ബോയ് ഡാഷ് ആൾ പ്രൈസ്. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഹൂം ആണ്, കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹൂം. ദിസ് ഈസ് ദ ബോയ് ഹൂം ആൾ പ്രൈസ്. അപ്പോൾ ഈ ഹൂം എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സബ്ജക്റ്റ് കഴിഞ്ഞ് റിലേറ്റീവ് പ്രോനൗൺ കഴിഞ്ഞ് ഒരു പ്രോനൗണും വെർബും വരുമ്പോഴാണ് നമ്മൾ ഹൂം യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, സബ്ജക്റ്റ് ഉണ്ട് ദ ബോയ്, അതിനുശേഷം ഇവിടെ വരേണ്ടത് റിലേറ്റീവ് പ്രോനൗണ്, അതിനുശേഷം എന്ത് വരണം? ഒരു പ്രോനൗണും വെർബും വരണം. ഇവിടെ ആളെന്ന പ്രോനൗണുണ്ട്, അതിനുശേഷം പ്രൈസ് എന്ന വെർബുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മളിവിടെ ഹൂമാണ് വരേണ്ടത്, കേട്ടോ. ഹൂം വരണം.
അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞ് റിലേറ്റീവ് പ്രോനൗൺ കഴിഞ്ഞ് ഒരു പ്രോനൗണും വെർബും വന്നു കഴിഞ്ഞാൽ, അതായത് ഡാഷ് കഴിഞ്ഞിട്ട് ഡാഷിൻ്റെ അവിടെ എന്ത് വരണം? റിലേറ്റീവ് പ്രോനൗൺ വരണം. ആ ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പ്രോനൗണും വെർബും ആണ് വരുന്നതെങ്കിൽ നമ്മളവിടെ ഹോമാണ് എഴുതേണ്ടത് കേട്ടോ. പ്രോനൗണും വെർബും. ഇവിടെ പ്രോനൗൺ വന്നിട്ടുണ്ട്, ആൾ എന്ന പ്രോനൗൺ വന്നിട്ടുണ്ട്, അതുപോലെ പ്രൈസ് എന്ന വെർബും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഹോമാണ് ചേർക്കേണ്ടത്. ദിസ് ഈസ് ദ ബോയ് ഹോം ആൾ പ്രൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിസ് സിസ്റ്റർ ഈസ് ലോസ്റ്റ് ഡാഷ് ആൾ സെൻസ് ഓഫ് ഷെയിം. ഹിസ് സിസ്റ്റർ ഈസ് ലോസ്റ്റ് ഡാഷ് ആൾ സെൻസ് ഓഫ് ഷെയിം. ഏത് പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ എ ആണ്. ടു എന്ന പ്രൊപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോസ്റ്റ് എന്ന വാക്കിനോടൊപ്പം നമ്മൾ ടു എന്ന പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹിസ് സിസ്റ്റർ ഈസ് ലോസ്റ്റ് ടു ആൾ സെൻസ് ഓഫ് ഷെയിം കേട്ടോ. അപ്പോൾ ലോസ്റ്റിനോടൊപ്പം കൂടുതലും നമ്മൾ ടു എന്നുള്ള പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഹിസ് സിസ്റ്റർ ഈസ് ലോസ്റ്റ് ടു ആൾ സെൻസ് ഓഫ് ഷെയിം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്ന വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.